സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ഖൗല് അധികരിപ്പിക്കണം എന്നാണ്. കാരണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് ഇസ്തിആനയുടെ ഖൗലാണ്. അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം തേടുന്ന ഇസ്തിആനയുടെ വാക്കാണ് യഥാർത്ഥത്തിൽ എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ഇസ്തിർജാഇൻ്റെ വാക്കല്ല. ഒരു മുസീബത്ത് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. അവിടെ പറയേണ്ടതല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അള്ളാഹുവിനോടുള്ള ഇസ്തിആനയാണെന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, ഈ ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പറയാനുള്ള കാരണം ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക സങ്കടങ്ങളും വിഷമങ്ങളും ഈ ഒരു ഖൗലിലൂടെ ഇല്ലാതെയാകുന്ന. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് എപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് വിഷയത്തിനും, ദീനിൻ്റെ വിഷയമാകട്ടെ ദുനിയാവിൻ്റെ വിഷയമാകട്ടെ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞാണ് ഇറങ്ങുന്നത്. എന്താണ്? മുസ്തഈനൻ ബില്ലാഹ്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എല്ലാം വമ്പിച്ചതായ വിജയം നമുക്ക് നൽകുന്നതാണ്. വിശ്വാസികൾ പലരും സങ്കടവും വിഷമവും ആവലാതിയും വേവലാതിയും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള പരിഹാരം വളരെ സിമ്പിളായി നാവിൻ തുമ്പിലൂടെ നേടിയെടുക്കാവുന്ന പരിഹാരങ്ങളേ ഉള്ളൂ. നാവിൻ തുമ്പിലൂടെ നേടിയെടുക്കാവുന്ന പരിഹാരങ്ങളാണ് മഹാഭൂരിപക്ഷം പരിഹാരങ്ങളും. പക്ഷെ ആർക്കും അതിൽ ശ്രദ്ധയില്ല. ഇത് വലിയ ചില്ലറ കാര്യമല്ല. ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിക്റിൽ വമ്പിച്ച വിജയമുണ്ട്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.